നമസ്കാരം. ബിഗ് ബോസ് പുതിയ ക്യാപ്റ്റൻ ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? പുതിയ ക്യാപ്റ്റൻസി മത്സരമാണ് നടന്നത്. മത്സരം ഇങ്ങനെയായിരുന്നു. ചെന്നൈയിൽ നിന്നും കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം വരെ പോകുന്ന എയർപോർട്ട്, അതായത് 3 കോളങ്ങൾ വരച്ചിട്ടുണ്ട്. അതിനകത്ത് കണ്ണൂർ, തിരുവനന്തപുരം, എറണാകുളം, തിരുവനന്തപുരം എഴുതിയിട്ടുണ്ട്. അപ്പം ഓരോരുത്തരുമായിട്ട് വന്നു നിന്ന്, ഓരോരുത്തർക്ക് സെപ്പറേറ്റ് കളികളായിരുന്നു. ഓരോരുത്തരായി വന്നു നിന്ന് നമ്മൾ പണ്ട് കൊച്ചിലെ ഉണ്ടാക്കത്തില്ലേ, പ്ലെയിൻ ഉണ്ടാക്കി ഇങ്ങനെ വിടത്തില്ലേ, അതുപോലെ ഉണ്ടാക്കി. അപ്പം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാം എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിനകത്ത് പറ്റിപ്പോയത് ജിസേലിന് പ്ലെയിൻ ഉണ്ടാക്കാൻ അറിയില്ല. നമ്മുടെ കേരളത്തിലൊക്കെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ പ്ലെയിൻ നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കൊള്ളാം, ജിസേലിന് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ജിസേലിനെ പഠിപ്പിക്കാനായിട്ട് പലരും ചെന്നപ്പോഴും ഒനിയിലും ഒക്കെ കൂടെ എല്ലാവരും തട്ടി മാറ്റി പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്നായിരുന്നു അങ്ങോട്ട് പോകേണ്ടത്, അവിടോട്ട് പോകേണ്ടത്. അപ്പം ഇവർ പെട്ടെന്ന് ചെന്നു. ആദില ചെന്നു. ആദിലേക്ക് 4 പോയിന്റ്, അതായത് പോയിന്റ്സ് ഉണ്ട്. 1, 10, 20 അങ്ങനെ കൊണ്ടായിരുന്നു തോന്നുന്നു പോയിന്റ്സ്. എന്തായാലും ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരം വരെ ചെല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നത്. 5 പോയിന്റ് അല്ല 10 പോയിന്റ്. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 10 പോയിന്റ്. എറണാകുളം വരെ ചെല്ലുകയാണെങ്കിൽ 5 പോയിന്റ്. കണ്ണൂർ ആണ് വീഴുന്നതെങ്കിൽ 1 പോയിന്റ്. ഇങ്ങനെയായിരുന്നു മത്സരം. അപ്പം നല്ല കാറ്റ്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള പോലെ തന്നെ കാറ്റുള്ള സമയമായതുകൊണ്ട് ഈ സാധനം പറക്കത്തില്ല. അപ്പോൾ ആദില വന്നു നിന്ന് വളരെ ശ്രമിച്ചിട്ട് 4 എണ്ണം കണ്ണൂർ തന്നെ വീണതേ ഉള്ളൂ. അപ്പോൾ 4 പോയിന്റ് കിട്ടി. ജിസേലിന് ഈ സാധനം ഉണ്ടാക്കാനും അറിയില്ല. ഇത് പറത്തിയിട്ടിട്ട് പുള്ളിക്കാരി പല ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടോ ഇത് ശരിയാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഒരു പോയിന്റേ കിട്ടിയുള്ളൂ. ഒനിയിൽ നിന്ന് നന്നായിട്ട് ഉണ്ടാക്കാനും അറിയാം, കാരണം എറണാകുളംകാരനല്ലേ, അവനത് നന്നായിട്ട് ഉണ്ടാക്കാനും അറിയാം. അവനത് ഇടേണ്ടത് എങ്ങനെയാണെന്നും അറിയാം. കാറ്റുണ്ടായിട്ട് പോലും പുള്ളിക്കാരൻ ആദ്യത്തേത് വിട്ടത് തന്നെ എറണാകുളത്തെത്തി. അപ്പോൾ 5 പോയിന്റ് കിട്ടി. രണ്ടാമത്തേത് ആദ്യം 1 പോയിന്റ് കിട്ടി, പിന്നെ 5 പോയിന്റ് കിട്ടി. അല്ല, ആദ്യം 1 പോയിന്റ് കിട്ടി. ആദ്യം തന്നെ 5 പോയിന്റ് കിട്ടി. ക്ഷമിക്കണം കേട്ടോ. ആദ്യം തന്നെ 5 പോയിന്റ് കിട്ടി, പിന്നെ 1 പോയിന്റോ മറ്റോ കിട്ടിയത്. അത്രയേ ഉള്ളൂ. പുള്ളിക്ക് കിട്ടണ്ടായിരുന്നു, ഓൾറെഡി ജയിച്ചല്ലോ. അപ്പം അങ്ങനെയാണ്. എന്തായാലും എത്ര പോയിന്റ് ഇട്ടത് ഒനിയിലാണ് ജയിച്ചത്, ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഒനിയിലാണ് ഇപ്രാവശ്യം അടുത്ത ക്യാപ്റ്റൻ. അതിനുശേഷം അവിടെ നടന്നത് ഈ പറഞ്ഞ പോലെ എല്ലാവരും ബിഗ് ബോസും ഹായ് ഹൂയി എന്നൊക്കെ പറഞ്ഞു. അത്രയും ഉള്ളൂ നടന്നത്. അപ്പം ജിസേലിന് ഇപ്രാവശ്യം കിട്ടിയില്ല. ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു ഒരുപക്ഷെ ജിസേല് നേടിയെടുത്തേനെ. ഒരുപക്ഷെ ആദിലേയും കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കൊള്ളാം. ഫിസിക്കൽ ടാസ്ക് അല്ലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനൊരു ടാസ്ക് ആയിരുന്നു, വല്ലാത്തൊരു ടാസ്ക്കായി പോയി. അത്രമേ ഉള്ളൂ.